അനീഷിൻ്റെ പ്രണയം അനുമോൾ നിരസിച്ചതോടെ സൈബർ ലോകത്ത് അനുമോൾക്ക് കടുത്ത പ്രതിഷേധമാണ് വരുന്നത്. ഒരാളുടെ പ്രണയം നിരസിക്കുക എന്ന് പറയുന്നത് ഇത്ര വലിയ തെറ്റാണോ എന്നാണ് പല ആൾക്കാരും, പ്രത്യേകിച്ച് അനുമോളുടെ ഫാൻസ് ചോദിക്കുന്നത്. പക്ഷേ ലാലേട്ടൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്, അനീഷ് ഇത് പറയാൻ കാരണം അനുമോളാണെന്ന്. കാരണം അനുമോൾ അത്രത്തോളം അനീഷിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഐ ലവ് യു എന്നെഴുതിയ പില്ലോ കൊടുക്കുന്നതും ഇച്ചായ എന്ന് വിളിക്കുന്നതും അങ്ങനെ ഒരുപാട്, അതും പ്രത്യേകിച്ച് ഇച്ചായ എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ നാട്ടിലെ ഭാര്യ ഭർത്താവിനെ എന്താണ് വിളിക്കുന്നത് എന്നത് ചോദിച്ചുകൊണ്ടാണ്. സോ തീർച്ചയായും ഈ അനീഷ് പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അനീഷിനെ കുറ്റം പറയുന്നതിനെക്കാട്ടിലും മുമ്പ് നമ്മൾ ചിന്തിക്കണം, അനുമോൾ അത്രയും സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അനീഷിൻ്റെ ഇത് സ്ട്രാറ്റജിയാണോ എന്നൊരു ചോദ്യമുണ്ട്, അതിനെക്കുറിച്ച് നമുക്കറിയില്ല. പിന്നെ മറ്റൊരു അനുമോളുടെ ഫാൻസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷിൻ്റെ മുൻ ഭാര്യയെക്കുറിച്ചാണ്. ഇപ്പോൾ പല യൂട്യൂബേഴ്സും മുൻ ഭാര്യയെക്കുറിച്ച് അദ്ദേഹം പിരിഞ്ഞതിൻ്റെ റീസണും അതുപോലെ തന്നെ മുൻ ഭാര്യ അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത FIRും പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. അവർ ഓൾറെഡി പിരിഞ്ഞതാണ്. പിന്നെ ഈ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് ഇടപെട്ട് വളരെ മോശമായിട്ട് അവരെ വീണ്ടും ക്രിട്ടിസൈസ് ചെയ്ത് പേഴ്സണൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുവന്ന് കളിക്കുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു ഗെയിമാണ്. കാരണം ഇവർ അനീഷിൻ്റെ ഭാര്യ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, സൗന്ദര്യം കുറവായതുകൊണ്ട് ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ. ശരിയാണ്, ആ കംപ്ലയിൻറ്റ് നമ്മൾ മാനിക്കുന്നു, അത് ശരിയാണെങ്കിൽ മാനിക്കുന്നു. എത്രത്തോളം ഇതിൻ്റെ ബാക്കിൽ സ്റ്റോറീസ് ഉണ്ട് എന്ന് നമുക്കറിയില്ല. കാരണം ബിഗ് ബോസ് ഹൗസിൽ വെച്ച് അനീഷ് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഹീലായിട്ടില്ല എന്ന്. ഹീലിംഗ് പ്രോസസ്സിലാണ്. നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതിന് ശേഷം അനീഷ് ഒരു രീതിയിലായിരുന്നു എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആൾക്കാരോട് ചിരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു. ആ ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നതിനിടയിലായിരുന്നു മറ്റുള്ളവരുടെ വികാരം വെച്ച് കളിക്കുന്നത് വളരെ മോശമാണെന്നും കുടുംബത്തിൽ പിറക്കാത്തവർക്ക് ചേർന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നടന്ന അനു മറ്റുള്ളവരുടെ വികാരത്തെ വളരെ തമാശയ്ക്ക് മാത്രം എടുത്തിട്ട് കളിച്ചത്. അപ്പോൾ അത് വളരെ മോശമായി ചെയ്തത് എന്തായാലും. പക്ഷേ അനീഷിൻ്റെ ഇത് സ്ട്രാറ്റജി ആണോ എന്ന് നമുക്കറിയില്ല. ജസ്റ്റ് ഞാൻ ആരുടെയും ഫാനൊന്നുമല്ല, പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരുടെയെങ്കിലും ഫാനാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഭാഗത്ത് ആരുടെ ഭാഗത്താണ് തെറ്റ് ഈ ഒരു കാര്യത്തിൽ? അനുമോളുടെ ഭാഗത്താണോ അനീഷിൻ്റെ ഭാഗത്താണോ? അതുപോലെ തന്നെ അനീഷിൻ്റെ പേഴ്സണൽ ലൈഫ് ഇതിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരുന്ന യൂട്യൂബേഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഇതുപോലുള്ള ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻസിന് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ, ശുഭരാത്രി. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു. പിന്നെ ഈ വീഡിയോൻ്റെ താഴെ അനുമോളുടെ ഫാൻസ് വന്ന് ചീത്ത വിളിക്കുകയാണ്, ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യും. സോ നിങ്ങളുടെ എനർജി നിങ്ങൾ വേസ്റ്റ് ആക്കണ്ട, അതും കൂടി പറയുന്നേ.